കിണറ്റിൽ വീണ വയോധികയെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർക്ക് കൈകൊടുത്ത പോലീസിന് നിറഞ്ഞ കയ്യടി. പത്തനംതിട്ട തെക്കേമല നടുവിലേതിൽ ഗൗരിയാണ് കപ്പിയുടെ കുരുക്കഴിക്കുന്നതിനിടെ കിണറ്റിൽ വീണത്. ഇവിടെ നാട്ടുകാർ തുടങ്ങിവെച്ച രക്ഷാപ്രവർത്തനത്തിൽ ആറന്മുള പോലീസും പങ്കാളികളാവുകയായിരുന്നു. കോഴഞ്ചേരി പത്തനംതിട്ട റോഡിൽ നിന്നും അപകടം നടന്ന ഈ സ്ഥലത്തേക്ക് എത്താൻ ഏറെക്കുറെ 200 മീറ്റർ ദൂരമുണ്ട്. കാഞ്ഞിരക്കാട്ട് ഗോപാലൻ എന്ന ആളുടെ വീടിൻ്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്തെ കിണറ്റിലാണ് ഗൗരിയമ്മ വീണത്. ഇന്നലെ ഏറെക്കുറെ 12 മണിക്കാണ് സംഭവം. ആൻറ്റി ഇവിടെ വരുമ്പോൾ എന്താ കാണുന്നത്? ഞാൻ വന്ന് ഈ കഥക് തുറന്നപ്പോൾ ഞങ്ങൾ ആശുപത്രി പോയേക്കുമായിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. ഞങ്ങൾ വരുന്നു കഥക് തുറന്നപ്പോൾ ഇവിടെ ചെരുപ്പും വടിയും കൂടി ഇരിക്കുന്നുണ്ട്. അത് സംശയത്തിൻ്റെ പേരിൽ കിണറ്റിലോട്ട് നോക്കിയപ്പം ആളുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ ഞാൻ ഉടനെ തന്നെ മോനെ വിളിച്ചു വരുത്തി. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് അവിടെ നിന്ന് അമ്മയെന്ന് ഉറച്ചു കിടന്ന് അലറിയപ്പം പുള്ളിക്കാരി കമന്ന് കിടക്കുമായിരുന്നു അതിലെ. പിന്നെ തിരിഞ്ഞ് തല തിരിച്ചിങ്ങനെ കൈ കാണിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ റോഡിൻ്റെ വശത്ത് കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം വിളിച്ചു വരുത്തി. പിന്നെ പോലീസൊക്കെ വന്ന് എടുക്കുമായിരുന്നു. ആശ്വാസകരമായ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു. ഏറെക്കുറെ 25 അടി താഴ്ചയുള്ള കിണറ്റിലാണ് ഗൗരിയമ്മ വീണത്. പോലീസ് സംഘം വളരെ വേഗത്തിലെത്തി. ആ സമയത്ത് തന്നെ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. പിന്നീട് അമ്മയെ കസേരയിൽ ഇരുത്തി കയറ് കെട്ടി പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ആറന്മുള സി പ്രവീൺ സാറാണ് രണ്ടാം ഘട്ടത്തിൽ അമ്മയെ കയ്യിൽ താങ്ങിയെടുത്തുകൊണ്ട് പോകുന്നത്. ഒരു വല്ലാത്തോട്ടമായിരുന്നു. എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഈ ന്യായമായിട്ടുള്ള റോഡല്ലേ, അപ്പോൾ ആ റോഡിലൂടെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അന്നേരം സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ ഇവിടെ വഴിയിലെല്ലാം ഇവിടെ രക്ഷാപ്രവർത്തനം വന്നവരുടെ ബൈക്കുകളും മറ്റും പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ എടുത്തുകൊണ്ട് പോകാല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് എടുത്തുകൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. ഈ ആദ്യഘട്ടത്തിൽ അമ്മയെ കയ്യിൽ താങ്ങി കൊണ്ടുപോകുന്നത് ഇടുങ്ങിയ വഴിയിലൂടെ വിഷ്ണുവാണ് SI. ഞങ്ങൾ ഇവിടുന്ന് കോരി എടുക്കുന്ന സമയം ആംബുലൻസ് എത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് അമ്മയെ എടുത്ത് കൊണ്ടുപോയി റോഡിലെത്തുന്ന സമയം ആംബുലൻസ് വന്നതും എല്ലാം ഒരുമിച്ച് അങ്ങനെ പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് അമ്മയെ റെസ്ക്യൂ ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഒരു വയ്യായിക പോലെ വന്നതുകൊണ്ട് മാത്രം പിന്നെ പെട്ടെന്ന് അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചറിനൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നേനെ. പിന്നെ ആ ഒരു കാര്യത്തിലാണ് സാധാരണ ഫയർഫോഴ്സ് സംഘങ്ങളാണ് ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. നമ്മൾ വരുമ്പം പ്രദേശവാസികൾ ഒരാൾ കിണറ്റിലുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയായിരുന്നു അത് എൻ്റെ ക്രമീകരണങ്ങൾ? അത് കസേരയിൽ ഇരുത്തി എടുക്കാം എന്നുള്ളത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എടുത്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് 2 കസേര അതിനകത്ത് പ്ലാസ്റ്റിക് കസേരകൾ വെച്ച് അതിനെ കൂട്ടിക്കെട്ടി അതിനകത്ത് അമ്മ വൃത്തിയായിട്ട് ഇരുത്തിയതിന് ശേഷം അതിനെ ഒറ്റ കയറിൽ ആക്കി വലിച്ച് കയറ്റുമായിരുന്നു. അപ്പോൾ അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണെങ്കിലും അമ്മ ആ വെള്ളത്തിൽ കിടന്നിട്ട് പുറത്തെടുക്കുമ്പോൾ നല്ല വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൽ കിടക്കുന്ന അത്രയ്ക്ക് നല്ല കാര്യമല്ലാത്തതുകൊണ്ടും ഫയർഫോഴ്സിന് എത്താൻ ചിലപ്പോൾ റണ്ണിങ് ടൈം കുറച്ച് എടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടുമാണ് പ്രദേശവാസികളുടെ ആ സഹകരണത്തോടുകൂടി ഇത് എടുക്കാൻ പറ്റിയത്. ആദ്യഘട്ടത്തിൽ കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കപ്പെട്ടത്. അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യനിലയിൽ കാര്യമായ മെച്ചമുണ്ട്. ഉടൻ തന്നെ വിടുതൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജയേന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.